നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മഞ്ചേരി പുല്ലാറുള്ള ഉന്നസങ്കാക്കാൻ്റെ അടുത്താണ് കേട്ടോ. ഒന്നുമില്ല, നമ്മളെ ബോസാണ്, നമ്മളെ ആശാനാണ്. അപ്പോൾ ഉന്നസങ്കാക്കാൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെ മലപ്പുറത്ത് ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയും കൂടി ആയിട്ട് നമ്മൾ ഉന്നസങ്കാക്ക കൂടെ നമ്മൾ ഉറുമ്പിണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഉറുമ്പിൻ്റെ അതിവീരമായ റൈഡിങ് നമുക്ക് കാണാം കേട്ടോ. കൂടെ ഞാനുണ്ട്, ഉന്നസങ്കാക്കുണ്ട്. കമോൺ. അപ്പോൾ ഉന്നസങ്കാക്കതാ നമ്മളെ പാലസിൻ്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റൈഡിങ്ങിന് പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അത് നിങ്ങൾ കൈക്ക് പിടിച്ചാൽ മതി. അപ്പൊ കാക്ക, നിങ്ങൾ ഈ ഫാൽസിനെ കൂടിയിട്ട് എത്ര നാളായി? ഫാൽസിന് കൊടുത്തിട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞില്ലേ? ഈ കുതിര ഫീൽഡിക്ക് ഇറങ്ങിയത് എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായോ? അപ്പൊ അതുവരെ എങ്ങനെയാണ് ഇതിക്ക് ഇറങ്ങാനൊരു താല്പര്യം? ഇതിന് താല്പര്യം എനിക്ക് ആദ്യത്തെ താല്പര്യമുള്ളതാ. കുതിര, ആന, ഒട്ടകം എന്നൊക്കെ ഒന്ന് പറഞ്ഞ ആദ്യത്തെ താല്പര്യമുള്ള. ഇല്ലല്ല, കാളാമൂരി ഒക്കെ ഉണ്ട്. ഇതിനിപ്പോ 5 വയസ്സ് കഴിഞ്ഞാണ്. 6 വയസ്സായിട്ടോ. 6 വയസ്സായില്ലേ? അപ്പൊ നമുക്ക് പിന്നെ നമ്മള് ഉറുമ്പിയുണ്ട്. ഉറുമ്പിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഉറുമ്പിയ അടിപൊളിയാ. അടിപൊളിയാ. കാരണം വെച്ചാല് മറ്റേ വാജിന്റെ കുതിര കിട്ടിയതേ പിന്നെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ റോഡ് കൂടെ അങ്ങനെ കുതിര ഓട്ടാൻ പാടില്ല. കാരണം കുതിര ഒന്ന് വെട്ടിത്തിരിഞ്ഞാല് നമുക്ക് അപകടം സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മളെ ഒരു പക്വത വേണം, എങ്കിലും കൊണ്ടെടുക്കാൻ പറ്റും. ശ്രദ്ധ വേണം. അല്ലാഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ പണ്ട് കാലം ഇത് ബ്രേക്ക് ഔട്ട് നിർത്താൻ പറ്റുമല്ലോ. വണ്ടി ഓട്ടണമായിട്ട് ഇത് ബ്രേക്ക് ഔട്ട് നിർത്താൻ പറ്റൂല. ഇതിപ്പോ നമ്മൾ മത്സരത്തിനൊക്കെ പോകുമ്പോൾ 400 മീറ്റർ ഓടാനും 200 മീറ്റർ പിടിച്ചു നിർത്താനുമാണ് നമ്മള് നോക്കുക. 4 കഴിഞ്ഞപ്പോ. ഒന്ന് മലപ്പുറത്ത്, ഒന്ന് കാരപ്പടിക്കല്, ഒന്ന് വളാഞ്ചേരി, ഒന്ന് തിരുനാവായ. 4 റേസ് കഴിഞ്ഞപ്പോ. നമുക്ക് അടുത്തിന് നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ നോക്കിയായിട്ട് നമ്മൾ ഇറങ്ങാനുള്ളതാണ്. അപ്പൊ നമുക്ക് പാലസിനായിട്ട് റൈഡിങ്ങിനൊക്കെ പോയാലോ? നടന്നു. ഓക്കെ. വരട്ടാ. Stop! Stop! Alega. Hut. Vaya. Hut. അപ്പൊ കാക്ക, നമ്മളെ റൈഡിങ് ഒക്കെ കഴിഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ തീറ്റന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. തീറ്റ വെച്ചാൽ അങ്ങനെ പറയാനല്ല. തീറ്റ പിന്നെ കിട്ടുന്നതെല്ലാം കൊടുക്കലുണ്ട്. ഗോതമ്പത്തോട് കൊടുക്കലുണ്ട്, ഗോതമ്പം കൊടുക്കലുണ്ട്, കടല, ചെറുപയറ്, അങ്ങനെ കിട്ടുന്നതൊക്കെ കൊടുക്കും. പൊതുവെ വെച്ചാൽ പാലക്കാട് നിന്ന് പോലെ തീറ്റൊക്കെ ഉണ്ട്. മറ്റേ പല്ലറ്റ് മറ്റേ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നമ്മൾ കൊടുക്കുക. എല്ലാവർക്കും ഭയങ്കര ബാലന്റെ പുണ്ണാക്കാം. ഒന്നും നമുക്ക് കൊടുക്കാൻ നോക്കുക. നമുക്ക് നമ്മളത് കിട്ടുന്നതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് നിർത്തലാ. ലാടപ്പം അടിച്ചില്ല. ലാടടിച്ചു വെച്ചാൽ അത് 1 മാസം നിൽക്കൂല. അപ്പോൾ 2500 കൊടുക്കണം. പിന്നെ നമ്മള് റോട്ടുമ്പോൾ ഹോട്ടലില്ല. ഗ്രൗണ്ടിൽ ഓട്ടുകയാണെങ്കിൽ ലാടത്തിന്റെ ആവശ്യമില്ല. മണയാ അങ്ങനെയാണ് കൊണ്ടുപോയത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം എന്താ വെച്ചാല് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാനൊരു കുതിരക്കാരൻ തന്നെയാണ്. അപ്പൊ ഇത് ഫോളോവേഴ്സിന് എങ്ങനെയെന്ന് കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കാക്കനോട് ചോദിച്ചത് കേട്ടോ.
അപ്പൊ നമുക്ക് ഇനി ഉറുമ്പിന്റെ കുറച്ച് റൈഡിങ്ങും ബാക്കി വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അപ്പൊ നമ്മളെ കുതിര ഫീൽഡിലും അല്ലാത്ത കാര്യത്തിലൊക്കെ നമ്മളെ നിറസാന്നിധ്യമായിട്ടുള്ള ഉറുമ്പിനോടാണ് നമ്മൾ ഇനി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത്. കാക്കാനെ കുറിച്ച് മറ്റേതായിട്ട് വാ ഉറുമേ, നമ്മളെ ബോസിനെ എന്താണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഞാനും കാക്കിന്ന് പറഞ്ഞ ഞങ്ങൾക്ക് കുറെ വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. കുതിര ഫീൽഡിൽ തന്നെ അല്ലാതെയും ഞങ്ങള് കുറെ ബന്ധമുണ്ട്. പിന്നെ ഈ കുതിര എന്ന് പറഞ്ഞ പാലസാണ്. പിന്നെ ഞാൻ റൈഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കുതിരയാണ്, അടിപൊളിയാണ്, റൈഡിങ് ഒക്കെ പക്കാണ്. പിന്നെ നമ്മളെ മലപ്പുറം മത്സരത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ കാക്കയാണ് നമ്മൾ നിസാം കാക്ക. എല്ലാവർക്കും റേസിന് വരുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇനി നമ്മള് ഒരു വീഡിയോക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ റൈഡിങ് കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാം ഐഫക്കിന്റെ ചാനല്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുതിര ഫീൽഡിൽ എത്രയായി? കുതിര ഫീൽഡ് ഞാന് 11 വർഷമായി. ഞാൻ പത്താം വയസ്സിൽ തുടങ്ങിയ 10ാം വയസ്സിൽ ഒരു പോണീനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ 11 വർഷമായി. അടുത്ത ബുധനായിട്ട് നല്ലൊരു കിടിലം വ്ലോഗ് വരാനുണ്ട്. പേജ് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് നല്ലൊരു കിടിലം വ്ലോഗ്. Stop! Stop! Alega. Hut.